പ്രധാനമായും CN അഹമ്മദ് മൗലവി, അമാനി മൗലവി, ഉമർ മൗലവി എന്നിവരുടെ പരിഭാഷയിലെ വിവിധ വാദങ്ങൾക്കെതിരെ വിജയിതമായതാണ്. അവസാനമായി സമസ്തയുടെ നിലപാട് കൂടി നമുക്ക് പരിശോധിക്കാം. പരിഭാഷയുടെ പേരിൽ ഉയർന്നു വന്ന രണ്ട് അഭിപ്രായങ്ങളെ മാനിക്കുന്ന നിലപാടായിരുന്നു നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടേത്. എന്നാൽ തലശ്ശേരി മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന സംഘടന പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷകളിൽ അടങ്ങിയ പുത്തനാശയങ്ങളെ തിരുത്താനും കേരള ജനതയെ ബോധവൽക്കരിക്കാനുമായിരുന്നു നമ്മുടെ സമസ്ത 7ാമത് വാർഷിക യോഗത്തിൽ 5ാമത്തെ പ്രമേയം സമസ്ത പരിഭാഷയ്ക്കെതിരെയാണ് ഉയർത്തിപ്പിച്ചത്. മാത്രമല്ല, സംസ്ഥ ജനറൽ സെക്രട്ടറിയായ പുറമണം വിധിയുടെ സൂറത്തുൽ കഹ്ഫ് പരിഭാഷയും സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാക്കിയ സൂറത്തുൽ നൂർ പരിഭാഷയും വളരെയധികം ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇല്ലായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട തർക്കങ്ങൾ. അപ്പോഴാണ് ആ ഒരു നിലയ്ക്ക് ഖുർആനിന്റെ വിവർത്തനം ആകാം എന്ന് നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അവിടെ വളരെ വലിയ സൂക്ഷ്മത ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തർജ്ജമ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തർജ്ജമ എന്നതിന് സാധാരണഗതിയിൽ സാങ്കേതികമായി ഉപയോഗിക്കുന്ന അർത്ഥം തർജ്ജമ ലഫ്ദിയ അല്ലെങ്കിൽ തർജ്ജമ ഹർഫിയ, തർജ്ജമ ഉർഫിയ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തർജ്ജമ അത് ഖുർആനിന് ചരിത്രമാണ്. ഖുർആന്റെ ഇജാസ് വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലത്തുള്ള ആൾക്കാർക്ക് വലിയ സാഹിത്യകാരന്മാരാണ്. അപ്പോൾ ഖുർആന്റെ ഇജാസ് അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ അത് കേട്ടാൽ തന്നെ മുസ്ലിങ്ങളായ ആളുകൾ പോലും ഖുർആന്റെ ആയത്ത് കേട്ട് സജിദന്റെ ആയത്ത് കേൾക്കുമ്പോൾ അറിയാതെ സുജൂദ് ചെയ്തിരുന്നു. അപ്പൊ ഖുർആന്റെ ആ ഒരു അമാനുഷികതയാണ്. അത് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം അത് ബയാൻ ചെയ്യാണ്ട് വിശദീകരിക്കേണ്ട സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഖുർആൻ എന്തുകൊണ്ട് മുഅ്ജിസായി എന്ന് മനസ്സിലാവാത്ത ഒരു കാലമായപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ ഒരു തീവ്രമായ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കിതാബ് 1982 തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. അപ്പോ അതിലെന്ത് ചെയ്യണം, അബൂബക്കർ മുസ്ലിയാരുടെ ചില ലേഖനങ്ങൾ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 ലേഖനങ്ങളാണ്. ഒന്ന് മലയാളം ഖുർആന്റെ ലേഖനം. ഖുർആൻ മലയാള പരിഭാഷയുടേതല്ല, അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു ലേഖനങ്ങളല്ല മലയാളം ഖുർആൻ. അതൊരിക്കലും കെ ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടില്ല, ഇത് മലയാളം ഖുർആൻ പറഞ്ഞിട്ടില്ല. ഒരു സംവാദത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട ഒരു പ്രതിപക്ഷ ബഹുമാനം അതുവരെ ഇല്ലാത്തൊരു സംവാദത്തെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പരിഭാഷ കുഫ്രിയത്തിലേക്ക് ആ ലേഖനങ്ങളൊക്കെ നമ്മുടെ അതിന്റെ നമുക്കിന്നും അവൈലബിൾ ആണ്. അപ്പൊ അതിനൊക്കെ ശംസുൽ മുസ്ലിയാർ ഉപയോഗിക്കുന്ന ഒരു ഇത് ഇപ്പോ കെരിസ്ഥാന്റെ ഒരു കോട്ട് ചെയ്തിട്ട് അദ്ദേഹം കേവിയുടെ ഖുർആൻ പുറംനൂർ എന്നാണ് പറയുന്നത്. അതായത് ഇത് കേവിയുടെ ഖുർആനാണ്, ഒരിക്കലും അല്ലാഹുവിന്റെ ഖുർആനോ ഇസ്ലാമിന്റെ ഖുർആനോ ഇതൊന്നും അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും രൂക്ഷമായ വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ആ ഒരു പണ്ഡിതൻ പാലിക്കേണ്ട ആ ഒരു ഇതൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിൽ ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ ഇറങ്ങിയതോടെ മുസ്ലിയുടെ ഈ ഗ്രന്ഥം ഇറങ്ങിയതോടെ ഇതിന് കേന്ദ്രസ്ഥാന്റെ അടുത്തൊരു മറുപടി ഒരു പുസ്തകമുണ്ട്, തർജമത്തുൽ ഖുർആൻ ഫി വഖ്ഇൽ ഖുർആൻ, അഥവാ ഖുർആൻ പരിഭാഷ ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ. അപ്പൊ അതിൽ തന്നെ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം ഈ പരിഭാഷ എന്തുകൊണ്ട് ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യർക്കുമുള്ള അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. അത് മലയാളികൾക്ക് മാപ്പിള സമൂഹത്തിന് അവർക്കൊക്കെ കിട്ടണമെങ്കിൽ അവരുടെ ഭാഷയിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം ഇതൊരിക്കലും എന്താണ് ഇത് ഖുർആനാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇത് വായിച്ചാൽ ഖുർആന്റെ ആ താഴ്പതിയായ കിതാബത്തിന് കൂലിയ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നൊക്കെ ഉൾപ്പെടെയുള്ള വിശദമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഈ പരിഭാഷയെ കുറിച്ചുള്ള ഈ ഒരു സംവാദങ്ങൾ അതിന്റെ ഒരു ക്രോണോളജി നമ്മളിവിടെ പറഞ്ഞത്. പിന്നീട് അതിന്റെ അവസാനം വന്നത് എപ്പോഴെന്ന് വെച്ചാല് പിന്നീട് സമസ്ത മുഷാവറയിൽ തന്നെ ഈ വിഷയം വരും, ചർച്ചയ്ക്ക് വരികയാണ്. അപ്പൊ അതില് പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് ഉസ്താദ് ഈ വിഷയത്തില് ഒരു ബൈനബൈനായിരുന്നു. എന്നാൽ ഖുർആൻ പരിഭാഷ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് കെ ഉസ്താദ്, അതുപോലെ CH ഉസ്താദ്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദ്. ഇവരൊക്കെ പരിഭാഷ വേണമെന്നും ശംസുലുകളുടെ നേതൃത്വത്തിൽ വലിയ വിഭാഗം പരിഭാഷ വേണ്ട. അപ്പൊ ആ ഒരു രീതിയിലാണ് അന്നത്തെ നടക്കുന്നത്. എന്നിട്ട് ചർച്ചകളൊക്കെ കഴിഞ്ഞു. അവസാനം കണ്ണിയത്ത് ഉസ്താദ് ഈ നിലപാട് പ്രഖ്യാപിച്ചു. ഈ വിഷയത്തിൽ സമസ്തക്ക് ഒരു നിലപാടില്ല. നമ്മൾ ജമ്മു ജവാമിലേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം തവഖുഫ് അതിലെന്തില്ല, നമുക്കൊരു സ്റ്റാൻഡ് പോയിന്റ് ഇല്ല. അത് വേണമെന്നുള്ളവർക്ക് പരിഭാഷയ്ക്ക് മുന്നോട്ട് പോവാം, അല്ലാത്തവർക്ക് പരിഭാഷ വേണ്ടെന്നും പറയാം എന്നുള്ളൊരു നിലപാട് സമസ്ത സ്വീകരിച്ചു. അതോടെയാണ് ആ ഒരു വിവാദം അവിടെ അവസാനിക്കുന്നത്. പിന്നീട് രസകരമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു 1-2 പതിറ്റാണ്ടൊക്കെ കഴിയുമ്പോഴേക്ക് സമസ്ത പൂർണ്ണമായിട്ടും പരിഭാഷ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ സമസ്ത മുഷാവറയിലൊക്കെ പരിഭാഷയെ എതിർക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തീവ്രതയെ എതിർക്കുന്ന എത്ര പണ്ഡിതന്മാരുണ്ടാവുമെന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് പിൽക്കാലത്തൊക്കെ വഹാബിസ്ഥാനിലൊക്കെ പരിഭാഷയ്ക്ക് അവതാരിക ചെയ്യുന്നതിന്റെ ചെറുശ്ശേരി സമസ്തയുടെ സെക്രട്ടറി. അപ്പൊ ആ ഒരു ഇതിലേക്ക് പിന്നീട് എന്തായി, സമസ്ത തന്നെ മൊത്തം മാറി. അത് ലോകത്ത് മൊത്തം സംഭവിച്ചൊരു മാറ്റമാണ്.
ഇനി കേരളത്തിലെ ഈ ഒരു പരിഭാഷ വിവാദം അത് ആഗോള മുസ്ലിം സമൂഹവുമായിട്ടുള്ള വിവാദവുമായിട്ട്, കാരണം പരിഭാഷ വേണം വേണമെന്ന ചർച്ചകളൊക്കെ അവിടെ സജീവമാകുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലൊക്കെ. എന്നാൽ ആഗോള തലത്തിൽ 1936-ലെ അൽ-അസ്ഹറിന്റെ ഒരു ഫത്വ വന്നു പരിഭാഷയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി. ആ പരിഭാഷയോടെ ആഗോള തലത്തിലുള്ള ഈ വിഷയത്തിലുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ ചർച്ചകൾ ഭയങ്കര കൊടുമ്പിരി കൊള്ളുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തിൽ പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.